സർ ഒരുപാട് ഇൻസ്പയറിംഗ് മൂവീസ്, ഒരുപാട് ഇൻസ്പയറിംഗ് തീംസ് മാത്രം സെലക്ട് ചെയ്യുന്ന ഒരാളാണ് till now. What from your movies it's like that. അപ്പോൾ ഒരു വെറുതെ ഒരു സിനിമ വന്ന് ചെയ്ത് അങ്ങനെ പോകാനുള്ള സാറിന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ആൻഡ് യു പ്രോബ്ലി വുഡൻറ്റ് ഓൾസോ ഡു ഇറ്റ്. എവിടെ നിന്നാണ് ഫ്രം സാർ വെർ യു ഗെറ്റ് ഇത് ആ ഒരു സാറിന് ഒരു ഡെയിലി ഇൻസ്പിറേഷൻ അല്ലെ സാർ ഒരു ആള് അല്ലെ അങ്ങനെ ഒരു ഒബ്ജക്റ്റോ ഒരു എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? രണ്ടുപേരുണ്ട് തീർച്ചയായിട്ടും. ഒന്ന് എൻ്റെ അച്ഛനാണ്. കാരണം അച്ഛൻ്റെ പകുതിയെങ്കിലും കഴിവുപോലെ അച്ഛൻ്റെ പകുതിയെങ്കിലും ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയേനെ. അച്ഛൻ്റെ ക്ഷമയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ അഗൈൻ ഫാമിലിയിൽ എല്ലാവരും വലിയ ലെവലിലെത്തി, ഞാനൊന്നുമല്ല ഗുഡ് ഫോർ നത്തിങ് ആയിരുന്നു. അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛൻ എനിക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനെ പിന്നിൽ നിന്ന് എല്ലാവരും പറയാറുണ്ട് സാറിന് പറ്റിയ ഏക തെറ്റെന്ന് പറയുന്നത് ഈ മകനാണ്. കാരണം മകൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ വാത്സല്യം കാണിച്ചു, അതാണ് പറ്റിപ്പോയത്. പക്ഷേ ഇന്ന് അവരത് തിരിച്ച് പറയുമ്പോൾ അല്ലെ ഇന്ന് അച്ഛൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ എൻ്റെ അടുത്തേക്ക് വരുന്ന പലരും സാർ മകനോടൊന്ന് പറയുന്നത് പറഞ്ഞ് അത് എനിക്ക് പറയും സന്തോഷമുണ്ട്. പിന്നെ അച്ഛനങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയതിന് അച്ഛനുണ്ട്. പിന്നെ എന്നിൽ കഴിവുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തന്നൊരു വ്യക്തിയുണ്ട്, ട്രാഫിക്കിൻ്റെ തിരക്കഥാകൃത്തായ സഞ്ജയ്. കാരണം സഞ്ജുവാണ് ഇന്നത്തെ എന്നെ അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ എന്ന ഡയറക്ടറിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു സഞ്ജയ്. ഇങ്ങനത്തെ സിനിമകൾ ഈ പറഞ്ഞ ഒരു ഇൻസ്പയർ ചെയ്യുന്ന സിനിമകളിൽ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കണം എന്നുള്ളത്, ലൈഫിനെ പോസിറ്റീവ് കാണാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങിയത് only because of സഞ്ജയ്. ഓക്കെ, സാറിൻ്റെ ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഏതാണ്? ഞാൻ കുറച്ച് വായിച്ചിരുന്നു, ലൂസിഫർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. എന്താണ് സാർ അത്, ഏത് സ്റ്റേജ് വരെ എത്തി? വേറെ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ലൂസിഫർ നേരത്തെ ചെയ്യേണ്ടിരുന്നതാണ്. ഹിന്ദി ട്രാഫിക്ക് ആ സമയത്ത് കയറി വന്നുകൊണ്ടാണ് ലൂസിഫർ തള്ളിപ്പോയത്. അത് വന്നിട്ട് ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പടമാണ് അത്. എഗെയിൻ മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തുള്ള ഒരാളായ മുരളി ഗോപി, അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥ, ലാൽ സാറ്. അപ്പോൾ ഞാൻ വളരെ എന്താ പറയുക കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ലൂസിഫർ. അതുണ്ട്. മോട്ടോർ സൈക്കിൾ ഡയറീസ് ഉണ്ട്. പിന്നെ സിനിമയ്ക്കകത്തും പുറത്തും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് കുഞ്ചാക്കോവനും ഒന്ന് നിവിൻ പോളിയാണ്. ചാക്കോച്ചൻ ആദ്യത്തെ പടം ഞാൻ ചാക്കോച്ചൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ചെയ്തു. അദ്ദേഹത്തെയും കൂടെ വീട്ടിലിരുത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ ട്രാഫിക്കേറ്റ് ചെയ്യുന്നപ്പോൾ ഒരു മടിയും കൂടാതെ ഓക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു നല്ല മനസ്സിന് ഉടമയാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇത് മൂന്നാണ് ഇപ്പം ആസ് ഇറ്റ് ഈസ്. ഓക്കെ, സോ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വാസ് ടേക്കൺ ടു ബോളിവുഡ്. ആ സിനിമയുടെ ക്രക്സ് നല്ല ആക്ടേഴ്സ് ആയിരുന്നു, നല്ല കാസ്റ്റിംഗ് ആണ്. അതിൻ്റെ അകത്ത് വർ യു ഏബിൾ ടു സാർ മലയാളത്തിൽ ചെയ്ത പോലെ തന്നെ അത് ഹിന്ദിയിൽ ചെയ്തപ്പോൾ അതേപോലെ തന്നെ വിജയിച്ചോ സാറിൻ്റെ ഒരു ഫീൽ? അല്ല, ട്രാഫിക് ഹിന്ദി ഇറങ്ങിയിട്ടില്ല, ഈ വർഷം ഇറങ്ങത്തേ ഉള്ളൂ. ഞാൻ ആരാധിക്കുന്ന ഒരു നടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. മറ്റേതെല്ലാം മനോജ് വാജ്പേയി. കാരണം നമ്മൾ ഷൂലും സത്യമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ടൊരു ആക്ടർ, അയ്യോ ഭയങ്കര ഡൗൺ ടു എർത്ത്. പിന്നെ സീരിയസ് സിനിമ കാണുന്ന എനിക്കിഷ്ടമുള്ള ആക്ടറാണ് ജിമ്മി ഷെർഗിൽ. സായി ചേട്ടൻ്റെ റോള് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അത് വേറെ ഏത് ഭാഷയിൽ അത്രയും അഭിനയിച്ച് വലിപ്പിക്കാൻ കഴിയുന്നൊരു നടൻ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ സച്ചിൻ കേഡേക്കർ എന്ന് പറഞ്ഞ നടൻ സായി ചേട്ടൻ ചെയ്തതിന് ഒട്ടും കുറയാതെ തന്നെ വളരെ നന്നായി ചെയ്തിട്ടുണ്ടത്. എന്നെ നന്നായി ചെയ്ത റോളാണ്. ദിവ്യദത്ത നന്നായി ചെയ്തിട്ടുണ്ട്. സായി ചേട്ടൻ്റെ വൈഫിൻ്റെ റോള് അവിടെ ചെയ്തിരിക്കുന്ന കിട്ടു ഗിദ്വാണി എന്ന് പറഞ്ഞാൽ അത് നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനോട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ട്രാഫിക്കിനുണ്ടായ ഗുണം ഇതൊന്നും അല്ല, ഇതൊരു ഗുണം തന്നെയാണ്. ട്രാഫിക് നന്നായി വന്നിട്ടുണ്ട്. ഫോക്സാണത് വിതരണം ചെയ്യുന്നത്. ട്രാഫിക് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം, ഞാൻ സിനിമയിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും സിനിമയിൽ ആരാധിക്കുന്ന കുറേ പേര് ട്രാഫിക് കാണുകയും നമ്മൾ ചെയ്തൊരു സിനിമ അവരൊക്കെ കാണുകയും അവരായിട്ട് അതിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റി. ഉദാഹരണത്തിന് കമൽഹാസൻ സാറായിട്ട്, അമിതാഭ് ബച്ചൻ, നാനാ പടേക്കർ, അജയ് ദേവൻ, അത് ഒരു ട്രാഫിക്കിലൂടെ കിട്ടിയ ഭാഗ്യങ്ങളാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി അപ്കമിങ് വെഞ്ചേഴ്സ് ഇൻ യുവർ ലൈഫ്. ഇനി എല്ലാ എക്സ്പീരിയൻസിനും സാറിന് ഇനിയും വന്നിവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ അവസരങ്ങളുണ്ടാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് എല്ലാവരും മിലി കാണുക. തീർച്ചയായും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു. മിലി 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 തൊട്ടാവാടി മിലി കുറുമണി കുറുമ്പടി മുടി നിറയണ മിന്ന മിന്നി മിലി ഓ മിലി 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 ആ മിലി 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 മിലി
മിലി